യാത്രകളെ മിക്കപ്പോഴും നടക്കാറുള്ളൂ. കുട്ടികൾക്ക് 2-3 ദിവസം അവധി വിഷ്ണുവിന്റെ നാട്ടിലുണ്ട്. എങ്കിൽ പിന്നെ പോയാലോ കൊടൈക്കനാൽ. ആഹാ, അടിപൊളി ഐഡിയ. കുട്ടികൾ എക്സൈറ്റഡ് ആയി. പക്ഷെ ഈ പെട്ടെന്ന് തീരുമാനിക്കുമ്പോണ്ടല്ലോ റിസോർട്ടോ ഹോട്ടലോ കിട്ടാനാണ് ഏറ്റവും വലിയ ടാസ്ക്. പ്രത്യേകിച്ച് ഊട്ടി കൊടൈക്കനാൽ. റേറ്റ് നല്ലത് കൊടുത്ത് സിറ്റിക്ക് അടുത്ത് നോക്കി ബുക്ക് ചെയ്ത് പണി കിട്ടിയ ഒരുപാട് ഫ്രണ്ട്സ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് ഉള്ളിലോട്ടായിട്ടായാലും നല്ലതുപോലെ റേറ്റിംഗ് ഉള്ള ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു. പോണ വഴി പൊള്ളാച്ചിയിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഗൗരി കൃഷ്ണയിൽ കയറി അടിപൊളി നെയ്റോസ്റ്റ് കഴിച്ചു. പറയാതെ വയ്യാട്ടോ, തമിഴിയൻസിൻ്റെ ചട്നി, സാമ്പാർ, അവരുടെ ചമ്മന്തിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വീണ്ടും യാത്ര തുടർന്നു. ഫുഡ് കഴിച്ചതോടെ കുട്ടികൾ 2 പേരും ഫ്ലാറ്റ്. നല്ല ഉറക്കം. ഈ ബെഡിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ മുകളിൽ പിൻ ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള ട്രാവലുകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയണ്ടല്ലോ, ഹൈ റേഞ്ച്. അത് ഏത് സ്റ്റേറ്റ് ആയാലും അടിപൊളി വ്യൂ പോയിന്റ്സും അടിപൊളി യാത്രയാണ്. വ്യൂ പോയിന്റ്സ് മാത്രമല്ല, ഈ ഹെയർ പിൻ ബെൻറ്റും അത് അടിപൊളിയാണ് കേട്ടോ. പോണ വഴി ഇതേപോലത്തെയുള്ള ഫോട്ടോ സെക്ഷൻ ഒന്നും ആരും എടുക്കാൻ ശ്രമിക്കല്ലേ, പേടിയാവണം കണ്ടിട്ട്. യാത്രയുടെ മനോഹാരിത അത് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുമ്മാ ഞാൻ പറഞ്ഞ് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് എത്താം. കൊടൈക്കനാലിലേക്ക് നിന്ന് ഏകദേശം 20 മിനിറ്റ് ഉള്ളിലേക്കുള്ളത് കൊണ്ടും പോണ വഴി ചില ഇടങ്ങളിൽ അത്രയ്ക്ക് മെച്ചമല്ലാത്തത് കൊണ്ടും സത്യം പറഞ്ഞാൽ ചെറുതായി ഒന്ന് ഞങ്ങൾ ഭയന്നു എന്നുണ്ടെങ്കിലും ചെന്ന് കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അവടയിൽ എന്നാണ് കേട്ടോ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ പേര്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. സത്യം പറഞ്ഞാൽ കയറി വരുമ്പോൾ ഉള്ള ഈ പച്ചപ്പും പൂക്കളും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു ആംബിയൻസ് വളരെ ഇഷ്ടമുള്ളതാണ്. അത് കൂടാണ്ട് ഒരു ട്രിപ്പ് പോയാൽ അത്യാവശ്യം കുറേ നേരം ഞങ്ങൾക്ക് റൂമിലും അതിൻ്റെ പരിസരത്തും സ്പെൻഡ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. കുറച്ച് റെസ്റ്റ് ചെയ്യൽ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. വ്യൂ പോയിൻറ്റ്സും അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പ്ലേസസ് കാണുന്നേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് കുറച്ച് നേരം നമ്മുടെ ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കലും ആസ്വദിക്കലും ഒക്കെ. റൂമിൻ്റെ അടുത്തുള്ള ഈ ചെറിയ സ്പേസിലും വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാം എന്ന് അവർ പറഞ്ഞു കേട്ടോ. റൂമിലേക്ക് കയറുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗണപതി ഭഗവാനും അതുപോലെ ഒരു ബുദ്ധനൊക്കെ ഉണ്ട് കേട്ടോ. താഴേക്കൊക്കെ ഉണ്ട് റൂംസൊക്കെ അവൈലബിൾ ആയിട്ട്. മൊത്തത്തിൽ ആംബിയൻസ് അടിപൊളിയാണ്. ഇനി നമുക്ക് റൂം എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം. ओ ऊपर हाँ 301 ആണ് നമ്മുടെ റൂം. 301നും 2നും കോമൺ ആയിട്ട് ഒരു സ്പേസ് സോഫ ആയിട്ടൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പും ഒക്കെ ആയിട്ട് ഉള്ളൊരു റൂമാണിത്. അതിനുശേഷം നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. റൂമിൻ്റെ ഉള്ളിലും അത്യാവശ്യം ഭയങ്കര സ്പേസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്പേസ്. നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു റൂം തന്നെയാണെന്നാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ലക്ഷറി ആയിട്ടല്ലല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നതും, അതുകൊണ്ട് തന്നെ അടിപൊളിയല്ലേ. തണുപ്പ് കാലി തൊടാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ വ്യൂസ് അടിപൊളിയല്ലേ. ഇന്നതിന്റെ പരിപ്പളക്കുന്ന എക്സാമോ അലമാരിയിൽ ലോക്കർ അവൈലബിൾ ആയിരുന്നു. അതിലായിരുന്നു കുട്ടികളിരുന്നുള്ള പണി. ഇനിയിപ്പോൾ എക്സ്ട്രാ ബെഡ് ആവശ്യമുള്ളവർക്ക് ഇത് തന്നെയാണ് എക്സ്ട്രാ ബെഡ്. സോഫയായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ബെഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവരതിന് അനുസരിച്ചുള്ള ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരു ഡിഫക്റ്റ് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഭയങ്കര കുഞ്ഞു തന്നെയാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമ്മൾ ആ ഡിഫക്റ്റ് ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. മറ്റുള്ള റിസോർട്ടുകൾ നമ്മൾ തലേ ദിവസം വിളിച്ചതുകൊണ്ടും അതുപോലെ തന്നെ ടൗണിൻ്റെ അടുത്തുള്ളത് കൊണ്ടൊക്കെ തന്നെ പെർ ഡേ 7,000 ഒക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ 2,999 ആണ്, അതായത് 3,000 പെർ ഡേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 2 days നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫുഡ് കഴിക്കാൻ. പുറത്ത് ഇതേപോലെ നമുക്ക് സ്പേസ് ഉണ്ട്, അതുപോലെ അകത്തും നമുക്ക് സ്പേസ് ഉണ്ട്. ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, അത് അടിപൊളിയാണ്. ബഫേ സിസ്റ്റം ആണ്. സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, ഇംഗ്ലീഷ് സ്റ്റൈലായിട്ടുള്ള ബ്രെഡും ജാമുണ്ട്, ചായ ഉണ്ട്, അങ്ങനെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഉച്ചക്കലത്തെ ഫുഡ് ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല. അത് ഇനി തമിഴിയൻസ് ഫുഡ് ആയതുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. വേറൊരു ടേസ്റ്റും ഒക്കെ ആയിരുന്നു. പിന്നെ ചിക്കൻ ഇപ്പോൾ ഇവർ പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തൊക്കെ വളരെ രസം പോലത്തെ ഒരു ഇതിൽ ചിക്കൻ ഇട്ട് തരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ തുടങ്ങി ഞങ്ങൾ ഡിന്നറും ലഞ്ചും വേറെ സ്ഥലങ്ങളിലാണ് എടുത്തത്. ഉച്ചയ്ക്ക് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം വൈകിട്ട് ലേക്ക് വ്യൂ കാണാനാണ്. ലേക്കിന് ചുറ്റും ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ബോട്ടിങ്, ബലൂൺ ഷൂട്ടിങ്, കുതിര സവാരി, അതുപോലെ ചെറിയ ചെറിയ ചായക്കടകൾ ഒക്കെ നമുക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കോൺ ചുട്ട് കഴിക്കാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സൈക്ലിംഗ്, അതിൽ ഞങ്ങൾ സൈക്ലിംഗ് ആണ് എടുത്തത്. ബോട്ടിങ് 5 to 6 ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിങ് നമുക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ഉറങ്ങിയൊക്കെ എനിക്ക് അവിടെ എത്തിയപ്പോഴേക്കും ബോട്ടിങ്ങിൻ്റെ സമയമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഓൾറെഡി ഞങ്ങൾ ബോട്ടിങ് എല്ലായിടത്തും ചെയ്യണത് കൊണ്ട് കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. നിങ്ങൾ പൊക്കോളെ ആൾക്കാർ പോണ കണ്ടില്ലേ? ഇത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരണം അല്ലേ? റൗണ്ട് അടിച്ച് വരണമെന്ന് പോയാൽ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ചവിട്ട് വെച്ചാ ഉറങ്ങില്ല ചവിട്ടുന്ന വലിയ ആവേശത്തിൽ സൈക്ലിംഗ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് ഏകദേശം ഒരു 6 kilometer ഉണ്ട്. കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാവും. ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. ഇവരാണല്ലോ ചവിട്ടണ്, ഞാൻ ബാക്കിൽ വെറുതെ ഇരിക്കുകയാണ്. അവര് വന്നോളും. ഇതിന്റെ ചുറ്റി പർച്ചേസ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഞാൻ ഒരു ടെഡി ബെയർ മേടിച്ചു കേട്ടോ. ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ പർച്ചേസിങ്. എന്റെ സൈക്കിള് മതിയായി. സൈക്കിൾ ഔട്ട് ഞാൻ ഇനി മതിയാക്കി ജീവിതത്തിലില്ല. ശരിക്കും വയ്യാണ്ടായി. ഊട്ടി പോയാല് അയ്യോ, നമ്മള് വലിയ ആവേശത്തിലൊക്കെ എടുക്കും, പക്ഷെ പണ്ടത്തെ സ്റ്റാമിന ഇല്ല കേട്ടോ. കുഞ്ഞു അങ്ങനെ ഉണ്ടായി. കുഞ്ഞു വീണില്ലേ? ഞാൻ വീണു, പേടിച്ചു, എന്റെ കാല് ഒടിച്ചു. ഇതാണ് ലേക്കിൻ്റെ ഒരു നൈറ്റ് വ്യൂ. അത്യാവശ്യം ലൈറ്റും ആംബിയൻസും ഒക്കെ അടിപൊളിയാണ്. പിന്നെ തണുപ്പും ഷോപ്പിങ്ങും ഒരു ചോളം പൊരിച്ചതൊക്കെ കഴിക്കുന്നതും ഒക്കെ ഒരു നല്ലൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. എല്ലാരും അച്ഛാ ഏട്ടാ അടച്ചില്ല. ഹോട്ടൽ ആര്യാസ് ഉണ്ട്, അതുപോലെ മുകളിൽ പാരഡൈസ് ഉണ്ട്, ഗ്രാൻഡ് പാരഡൈസ്. പാരഡൈസ് രണ്ടും ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. ചെട്ടിനാട് മെസ്. ഈ ഹോട്ടൽ ആര്യാസും ചെട്ടിനാടും പാരഡൈസും ഒക്കെ ലേക്കിൻ്റെ അവിടുന്ന് ഒരു 5 minute ദൂരേ ഉള്ളൂ കേട്ടോ. ലഞ്ച് ഞങ്ങൾക്ക് അവിടുത്തെ അത്രയ്ക്ക് തൃപ്തിയല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ട് പോകുന്നത്. നല്ല നമുക്ക് വാഗമണ്ണയൊക്കെ അപേക്ഷിച്ച് ഓഫ് സീസൺ ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എടാ നീ ആ സുന്ദരത്തിടാ കൂടി അവന് തണുപ്പ് ആസ്വദിക്കണോ? സത്യം പറഞ്ഞാൽ Day 1 ഉം Day 2 ഉം കൂടി ഒറ്റ വീഡിയോ ആക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് Day 1 കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 10 minute ആയി. ഇനി Day 2 ഉം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവരും ബോറായിരിക്കും. അപ്പോൾ Day 2 ഇൻട്രോയിൽ കാണിച്ച എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും ഇൻക്ലൂഡ് ചെയ്ത് മറ്റൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.